ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് ബോക്സ് ബൈ രേവതി. നമുക്ക് ഇനി കുറച്ച് അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം മീഷോ പർച്ചേസിൻ്റെ. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് നൈറ്റ് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഡ്രസ് മീൻസ് 1 പീസ് നൈറ്റ് ഡ്രസ് ആൻഡ് 2-3 ഷോർട്ട്സ്. ഓക്കെ, എല്ലാം കോംബോ ആയിട്ട് വന്നതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ചൂട് സമയത്ത് ഫ്രീ ആയിട്ട് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വാങ്ങിച്ചത്. അതിനുശേഷം ഈ ഡ്രസ്സുകളൊന്നും എനിക്ക് ശരിയാവില്ല എന്ന് കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ 1-2 നൈറ്റീസൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അതായിരുന്നു ഞാൻ ഇട്ട് ചുറ്റിക്കൊണ്ട് നടന്നത്. പിന്നെ അതിൻ്റെ ഒന്നും അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. കാരണം ഫോൺ കംപ്ലൈൻ്റ് ആയിപ്പോയി. ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയായിരുന്നു. ഒരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് മൊത്തം നാശക്കുളമായെന്നേ. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത ഫസ്റ്റ് 2 പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു 2 1 പീസ് ഡ്രസ്സുകളായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു 1 സൈസും കൂടെ വലുതെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഇത് കിട്ടിയേനെ. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. കളറ് നല്ലതായിരുന്നു, ക്വാളിറ്റിയും നല്ലതായിരുന്നു. എനിക്ക് ഈ മെറൂൺ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇത് ഇട്ടതിന് ശേഷം ഞാൻ തിരിഞ്ഞും മറിഞ്ഞും ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാ പോസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ക്ലിയർ ആയിട്ടൊരു വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ഈ ഒരു ബ്ലാക്ക് വൺ ആയിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനും സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ്. 1 സൈസും കൂടെ വലുതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ ലെങ്ത്തിൽ എനിക്ക് കിട്ടിയേനുമായിരുന്നു. എന്നാലും എനിക്കിത് ഓക്കെ ആയിരുന്നു. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ണം വയ്ക്കുകയോ വണ്ണം കുറയുകയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ബനിയൻ ക്ലോത്തിലാണ് വരുന്നത്. ചൂട് സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല, എന്നിരുന്നാലും ഓക്കെയാണ്. സെക്കൻഡ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് വന്നിട്ട് 2-3 ഷോർട്ട്സ് കോംബോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ, പിന്നെ വേറെ എന്താണ്ട് ഒന്നും കൂടെ അതിൽ എഴുത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 കളറിലാണ് ഇത് വരുന്നത്. ഒരു ഡാർക്ക് ഗ്രേ കളറ്, പിന്നെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ്, പിന്നെ ബ്ലാക്ക്. അങ്ങനെ 3 കളറിലാണ് ഷോർട്ട്സ് വരുന്നത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നത്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഷോർട്ട്സ് എനിക്ക് കിട്ടും എന്നുള്ളത്. ഒരിക്കലും ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ ഒരു റേറ്റ് കുറഞ്ഞൊരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് എനിക്ക് ആ പ്രോഡക്റ്റ്സ് കിട്ടിയത്. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട്. അപ്പോൾ 3 എണ്ണമാണ് വരുന്നത് കോംബോ പാക്കായിട്ട്. അപ്പോൾ 3ഉം നമുക്കിനി ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇതാണ്. ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു ലോസ് ആഞ്ചലസിൻ്റെ, പക്ഷേ ലോസ് ആഞ്ചലസ് അല്ലല്ലോ, അതെന്തോ എഴുതിയേക്കുന്നതിനകത്ത് എന്തുകൊണ്ടോ എഴുതിയിട്ടുണ്ടായിരുന്നു, അതങ്ങ് പോയി കേട്ടോ ഗൈസ്. രണ്ടാമത്തേത് വന്നിട്ട് കാലിഫോർണിയയാണ്. കാലിഫോർണിയയും ഇങ്ങനെയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാനിത് എക്സൽ സൈസ് എന്തോ ആണ് എടുത്തിരുന്നത്. എന്നിരുന്നാലും ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു. എങ്ങാലും ഓക്കെയാണ്. ഞാനതങ്ങ് ഏറ്റെടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. ക്വാളിറ്റി ബേസ് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇനി അത് റിട്ടേൺ അയക്കാനും തിരിച്ച് വാങ്ങിക്കാനും ഒന്നുമുള്ള സമയവും സാവകാശവും എനിക്ക് പേഷ്യൻസും ഇല്ലാത്തത് കൊണ്ട് ഞാനതങ്ങ് കീപ്പ് ചെയ്തു. ആൻഡ് സെക്കൻഡ് കഴിഞ്ഞു. തേർഡ് സെക്ഷൻ വന്നിട്ട് ഞാൻ വീണ്ടും ഒരു ഷോർട്ട്സ് തന്നെയാണ് എടുത്തത്. കാരണം കുറേ ടീഷർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇടാൻ ഷോർട്ട്സ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഷോർട്ട്സ് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പുറം ഇപ്പുറമുള്ള ചേച്ചിമാരൊക്കെ എന്നോട് ചോദിക്കുക, എന്തുവായത് ഡെയിലി കുറേ പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്തോ വീഡിയോ എടുക്കുന്നത്, എന്തോ എടുക്കുക, എന്തോ ചെയ്യുക, കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നോട് കുശലാന്വേഷണമാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുവാണ്, ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വ്ളോഗ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ കത്തിയൊക്കെ അടിച്ചു. ഇത് വന്നിട്ട് അത്യാവശ്യം എനിക്ക് ഞാനൊരു ഉദ്ദേശിച്ച ഒരു ഫിറ്റിങ്സിലും ആ ഒരു ലൂസിലും കിട്ടി. ഇതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സൈഡിൽ പോക്കറ്റ് ഇല്ല ഗൈസ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നെങ്കിലും എനിക്ക് ആ ബട്ടർഫ്ലൈ പ്രിൻറ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാനിത് കീപ്പ് ചെയ്തു. സോ ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.